നമുക്കിന്ന് ഡേ 2 ആണ്. നമുക്ക് പഠിച്ചു തുടങ്ങാം. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാ? രാജാറാം മോഹൻ റോയ്. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്ന് രാജാറാം മോഹൻ റോയിയെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകനായിരുന്നു രാജാറാം മോഹൻ റോയ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നിങ്ങനെ അദ്ദേഹത്തെ അറിയപ്പെട്ടു. എങ്ങനെയൊക്കെ അറിയപ്പെട്ടു? ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം, ആധുനിക ഇന്ത്യയിലെ സാമൂഹിക പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാത നക്ഷത്രം എന്നൊക്കെ അറിയപ്പെട്ടത് രാജാറാം മോഹൻ റോയ് ആണ്. അദ്ദേഹം ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അദ്ദേഹത്തിനെ അങ്ങനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോർ. രാജാറാം മോഹൻ റോയ്ക്ക് റാം മോഹൻ റോയ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് രാജ എന്ന സ്ഥാനം നൽകിയത് അക്ബർ ഷാ രണ്ടാമൻ. റാം മോഹൻ റോയ് എന്ന അദ്ദേഹത്തിന് രാജാറാം മോഹൻ റോയ് എന്ന സ്ഥാനം, രാജ എന്ന സ്ഥാനം നൽകിയത് അക്ബർ ഷാ രണ്ടാമൻ. 1815 രാജാറാം മോഹൻ റോയ് ആരംഭിച്ച സംഘടനയാണ് ആത്മീയ സഭ. അദ്ദേഹത്തിൻ്റെ സംഘടന എന്താണ്? ആത്മീയ സഭ. അദ്ദേഹം എന്നാണ് ആരംഭിച്ചത്? 1815 രാജാറാം മോഹൻ റോയ് ആരംഭിച്ച സംഘടനയാണ് ആത്മീയ സഭ. 1825 കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചു. സതി സമ്പ്രദായത്തിനെതിരെ നിയമം പാസാക്കാൻ വില്യം ബെൻഡിക് പ്രഭുവിനെ പ്രേരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവായിരുന്നു രാജാറാം മോഹൻ റോയ്. സതി നിർത്തലാക്കാൻ വില്യം ബെൻഡിക്കിനെ പ്രേരിപ്പിച്ച സാമൂഹിക പരിഷ്കർത്താവ് രാജാറാം മോഹൻ റോയ്. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിനായി അവർക്ക് സ്വത്തിനു മേൽ അവകാശം നൽകണമെന്ന് വാദിച്ച സാമൂഹ്യ പരിഷ്കർത്താവ്. സതി നിർത്തലാക്കുന്നതിന് വില്യം ബെൻഡിക്കിനെ പ്രേരിപ്പിച്ചു. സ്ത്രീകളുടെ പദവി ഉയർത്തുന്നതിന് അവർക്ക് സ്വത്തിനു മേൽ അവകാശം വേണമെന്ന് വാദിച്ചു. രാജാറാം മോഹൻ റോയ് ബംഗാളിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന ഒരു നാടകമാണ് വജ്രസൂചി. അദ്ദേഹം ബംഗാളിലേക്ക് വിവർത്തനം ചെയ്ത ജാതി വ്യവസ്ഥയെ എതിർക്കുന്ന നാടകത്തിൻ്റെ പേരാണ് വജ്രസൂചി. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രം മിറാത്ത് ഉൾ അക്ബർ. അദ്ദേഹം പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്ത് ഉൾ അക്ബർ. രാജാറാം മോഹൻ റോയ് ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണമാണ് ബാങ്ക് ദൂത്. 1829 അദ്ദേഹം ബംഗാളി ഭാഷയിൽ ആരംഭിച്ച ആനുകാലിക പ്രസിദ്ധീകരണം ബാങ്ക് ദൂത് 1829. പ്രധാന കൃതികൾ കൊടുത്തിട്ടുണ്ട്. തുഹ്ഫത്ത് ഉൾ മുവാഹിദീൻ, ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം എന്നാണ് അതിൻ്റെ അർത്ഥം. തുഹ്ഫത്ത് ഉൾ മുവാഹിദീൻ, ഏകദൈവ വിശ്വാസികൾക്കൊരു സമ്മാനം. ജീസസിൻ്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം എന്നൊക്കെയാണ് പ്രധാന മറ്റു കൃതികൾ. ജീസസിൻ്റെ കൽപ്പനകളും വേദാന്ത ഗ്രന്ഥം. ഇപ്പോൾ രാജാറാം മോഹൻ റോയ് എന്തൊക്കെ പഠിച്ചത് നമ്മൾ? അദ്ദേഹത്തിനെ ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അങ്ങനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഹിന്ദു മുസ്ലിം മിശ്ര സംസ്കാരത്തിൻ്റെ സന്താനം എന്നറിയപ്പെടുന്നു.